എന്നുള്ളത്. അതുകൊണ്ട് യെരുശലേമിന്റെ തെരുവീതികളിലൂടെ ആ കർത്താവ് കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുമ്പോ ആ പ്രവചനം, ആ ഗർദഭമേറി ആ കർത്താവ് യെരുശലേമിന്റെ തെരുവീതികളിലൂടെ കടന്നു വരുമ്പോ സക്കറിയ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനവും നിവൃത്തിയായി എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഓക്കെ, അങ്ങനെ രണ്ട് കൂട്ടരുടെയും സെക്കൻഡ് റിബേറ്റൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് റിബേറ്റലാണ് തേർഡ് റിബേറ്റൽ. റാണി ജേഷിനി. ഓക്കെ, അതായത് ഇദ്ദേഹത്തിനാണ് ഈ ബൈബിള് തീരെ പിടിയില്ലാത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ, മത്തായി 5:17-20 വാക്യങ്ങളിൽ എന്താണ്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നവര് സമസ്തവും നിറവേറുവോളം ഈ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറയാണ്, യേശു പറയാണ്. ഓക്കെ, അപ്പൊ ഇനി അടിമത്തത്തിൽ നിന്ന് ഭയങ്കര എന്തൊക്കെയോ സന്തോഷമായിട്ട് ജോയൽ ഒരു സംഭവമൊക്കെയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രതികാര ദിനം എന്നാണ് പറയുന്നത്. പ്രതികാര ദിനം എന്ന് പറയുന്നത് അവസാന അന്ത്യവിധി നാളാണ്. അത് എല്ലാവരെയും കൊന്നുകളയുന്ന ഒരു സംഭവമാണ്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ അടിമത്തത്തിന്റെ കാര്യം പറയാം. താങ്കൾ പറയുന്നു എല്ലാവരും ഓടിച്ചാടി 7-ാം വർഷം അങ്ങ് പിന്നെ ഈ അടിമത്തത്തിൽ നിന്നും വിമോചിതരായിട്ട് ഭയങ്കര ഒച്ചയും ബഹളമാക്കി ഭയങ്കര സന്തോഷം ആർപ്പ് വിളിച്ച് പോകുമെന്ന്. നോക്കൂ, ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ 6 വർഷം സേവിച്ചു കൊള്ളട്ടെ, 7-ാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം എന്നാണ് പുറപ്പാട് പുസ്തകം 21:2. ഹെബ്രായനായിട്ടുള്ള ഒരു അടിമയെ വിലക്ക് വാങ്ങിയാൽ. ഓക്കെ, പിന്നെയോ ഇനി സാധാരണ ചുറ്റുമുള്ള ജനങ്ങളിൽ, അതായത് നമ്മളെ പോലുള്ള വിജാതീയ പട്ടികളിൽ നിന്ന്, വിജാതീയ നായ്ക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ദത്തുമക്കളായി പോകാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്താണ് പറയുന്നത്? ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വെച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം. അവർ നിങ്ങളുടെ അവകാശമായിരിക്കും. നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ. നോക്കൂ, ഇവിടെ പറയുന്നത് എന്താണ്? നിത്യമായ അവകാശം. അവരിൽ നിന്ന് നിങ്ങൾക്ക് അടിമകളെ സ്വീകരിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത് എന്നാണ് ലേവ്യ പുസ്തകം 25:44-46 വാക്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇദ്ദേഹം എന്തായി പറയണത് ഇവിടെ? കൃത്യമായിട്ടും നിയമത്തെയോ പ്രവാചകന്മാരെയോ ഞാൻ അസാധുവാക്കാനല്ല വന്നിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു എന്ന് പറയുന്ന വ്യക്തി ഈ നിയമത്തെയും, അതായത് പെട്ടെന്ന് അത് തന്നെ പറയുന്നു, മോശയുടെ നിയമങ്ങൾക്ക് നിങ്ങൾ അതിനെ ആക്കി പിന്നെ അത് അംഗീകരിച്ച് നടന്നാൽ മതിയാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒരു അണുവിട അദ്ദേഹം വിടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് നിർത്തലാക്കിയിട്ടുള്ളത്? എല്ലാം ഈ നിയമങ്ങളൊക്കെയും ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ദത്തുമക്കൾ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളും യഹോവയുടെ നിയമത്തിനെ അനുസരിച്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ യേശു ഈ അടിമത്തത്തിനുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല. അതായത് ഇവരുടെ പൗലോസ് ആകട്ടെ, അല്ലെങ്കിൽ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ ഒക്കെ ആവട്ടെ, അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പിന്നെ ആൾക്കാർ തന്നെയാണ്. എന്താ പറയുന്നത്? അടിമത്തിന്റെ നുകത്തിന്റെ കീഴിലുള്ളവരല്ല തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക. തീത്തോസ് 2:9. ഈ നിയമങ്ങൾ വന്നു കഴിഞ്ഞെന്ന ഒരു വിജാതീയനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോ ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? എന്നേക്കുമുള്ള അടിമത്തത്തിലേക്ക് നമ്മളൊക്കെ നീങ്ങിപ്പോകും. എന്തെങ്കിലും തർക്കമുണ്ടോ? കാരണം എന്താണ്? അവിടെ ഈ പിന്നെ ഹെബ്രായർക്ക് ഒരു നിയമം, എല്ലാവർക്കും ഒരു നിയമം എന്ന് പറയുന്നു. പക്ഷെ തട്ടായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. വളരെ ക്രൂരമായിട്ടുള്ള, അതായത് എല്ലാ കാലത്തേക്കും നിത്യമായ അവകാശമായിരിക്കാൻ യഹോവ നിയമം കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് യേശുവും വരുന്നത്. അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക എന്ന് തീത്തോസ് 2:9 പറയുന്നു. അവർ എതിർത്ത് സംസാരിക്കരുത്, ഒന്നും അപഹരിക്കുകയും അരുത് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. തീത്തോസ് 2:10. പിന്നെയോ ഓക്കെ, പിന്നെ വേറൊരു വലിയ മനോഹരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഗലാത്യ 4:30 നോക്കൂ. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ദാസിയെ എന്ന് പറയുന്ന സ്ലേവ്,
ദാസിയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ. എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഗലാത്യ 4:30 പറയുന്നു. ഈ സ്വതന്ത്രയും ഈ പിന്നെ ദാസിമാരാണ്. ഹാഗാറാണ് അവിടെ ദാസി എന്ന് പറയുന്നത്. സ്വതന്ത്ര എന്ന് പറയുന്നത് സാറായിൽ ജനിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും, അതായത് ഈ ഇസ്രായേൽ ജനത മാത്രമാണ് അവിടെ സ്വതന്ത്ര എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സ്വതന്ത്രയുടെ കൃത്യമായ നിലപാടാണ്. അതായത് ഈ ബൈബിളിന്റെ കൃത്യമായ നിലപാടാണ് ഗലാത്യ ലേഖനം 4:30 പറയുന്നത്. സ്വതന്ത്ര, അടിമ എന്നുള്ളത് വളരെ വ്യക്തമായി, അതായത് പ്രൊഡക്ഷൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അത് സാറായിൽ ജനിച്ചിരിക്കുന്ന പ്രൊഡക്ഷനിൽ വരുന്ന ആൾക്കാരൊക്കെ വളരെ സ്വതന്ത്രരും ആയിട്ടുള്ള ആൾക്കാർ. ഇവര് തന്നെ അങ്ങ് എഴുതി കൊടുക്കുകയാണ്. അതായത് ദൈവം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഈ സാറായിൽ നമ്മളൊക്കെ സാറായിൽ ജനിച്ചതാണ്, അതാണ് സ്വതന്ത്രൻ, നമ്മൾ അങ്ങ് വിശ്വസിച്ചോളുക. അതായത് ഇവര് ദൈവമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിച്ചോളുക. എന്ത് വ്യത്യാസമാണ് ഉള്ളത്? യേശു പറയുന്നു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല വന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കെ ഇതിലൊന്നും ഒരു മാറ്റവും ഇനി ഈ യഹോവയോ യേശുവോ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? പിന്നെയോ താങ്കൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹോശേയാവിന്റെ പുസ്തകത്തിലുള്ള കാര്യം എന്താണത്? ഒരു മിനിറ്റ്, ഞാനത് എടുക്കട്ടെ. ഇവിടെ പറയുന്നത് ഹോശേയ 6-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. അവർ പറയും, അവർ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ഇത് യേശുവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അവിടെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. എന്താണ്? അവർ മരിച്ചു കഴിഞ്ഞെന്നാലും അവര് ഉയർത്തെഴുന്നേൽക്കുന്ന ടീംസ് ആണെന്നാണ് അവിടെ പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് അതിന് തെളിവുണ്ട്. ഈ മൊവാബിന്റെ താഴ്വരയില് പിന്നെ ബേൽ പെയോർ എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്കരിക്കപ്പെട്ട പിന്നെ മോശ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് പോലും അറിയില്ല. പക്ഷെ ആ കുഴിച്ചിട്ട മഹാനാണ് യേശുവുമായിട്ട് സംവദിക്കുന്നത് നമുക്ക് പുതിയ നിയമപുസ്തകത്തിൽ കാണുന്നത്. ഏലിയാടൊപ്പം വന്നിട്ട് ഈ ഏലിയ നേരെ ഉടലോടുകൂടി എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ മോശം വന്ന് ഇരിക്കുന്നു. അത് ഈ നാട്ടുകാർക്ക് പോലും അറിയില്ല ഇദ്ദേഹം എവിടെയാണ് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഈ 2 മാലാഖയും മറ്റൊരു വ്യക്തിയും കൂടി പിശാചും കൂടി അടികൂടുന്നുണ്ട്. അതായത് മോശയുടെ ശരീരത്തെ ചൊല്ലിയിട്ട്. നോക്കൂ, മോശ ഇവിടെ കറങ്ങി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുവുമായി സംസാരിക്കുന്നതാണ് നമുക്ക് പുതിയ നിയമപുസ്തകത്തിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് കാണുന്നു. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് അവർ മരിക്കുമെങ്കിലും അവർ ഉയർത്തെഴുന്നേൽക്കും, 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് യേശുവുമായി യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അവർ പറയും, വരുവിൻ നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങിപ്പോകാം, അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു. ഇത് തന്നെയാണ് ഇയാളുടെ പരിപാടി, എന്നും ചീന്തിക്കളയലാണ് പരിപാടി. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും. പ്രഹരിക്കുക, ഭേദമാക്കുക, ഇതാണ് ബൈബിളിന്റെ ഐഡിയോളജി. അങ്ങനെ തന്നെയാണ് ലോകരാഷ്ട്രങ്ങളോട് ഈ ആൾക്കാർ മൊത്തത്തിലുള്ള ചതി കാണിച്ചിരിക്കുന്നത്. പ്രഹരിക്കും, എന്നിട്ട് അവന്മാരെ പോയി ഭേദമാക്കും. എന്നിട്ട് പറയും, ഞങ്ങളാണ് നിങ്ങളെ ഭേദപ്പെടുത്തിയത്, ഞങ്ങളാണ് നിങ്ങളെ പുനരുദ്ധരിച്ചത്, ഞങ്ങളാണ് നിങ്ങൾക്ക് വായിൽ പിന്നെ എന്തെങ്കിലും ആഹാരങ്ങൾ വെച്ച് തന്ന് നിങ്ങളെ ഒന്ന് ഉയർത്തി വിട്ടത് എന്നുള്ളത്. ബൈബിളിന്റെ പഴയ നിയമപുസ്തകത്തിലുള്ള അതേ ഐഡിയോളജി തന്നെയാണ് പുതിയ നിയമപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. എന്തിനാണോ എന്തോ. ഓക്കെ, എന്തായാലും 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. ഹോശേയ 6:2. ഇവിടെ താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു എന്ന് പറയുന്ന വ്യക്തിയായി യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ ഈ വാക്യം കിടപ്പുണ്ട്. അത് അവരുടെ വിശ്വാസധാരയുമായിട്ടുള്ള കാര്യമാണ്. അത് യേശുവുമായി യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണ്. യേശുവിന് എങ്ങനെയാണോ ആ വിശ്വാസമുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ള അവിടെ ഇരിക്കുന്ന ഇസ്രായേൽ ജനത്തിനും അതേ കാര്യം തന്നെയാണ്. അവർ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഉറപ്പും എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ പറയുന്നു ഈ സ്വാതന്ത്ര്യ വർഷമല്ല, അതായത് ഒരു കൊയ്ത്തിന്റെ ദിനം എന്നാണ് പുതിയ നിയമപുസ്തകത്തിൽ കളകളുടെ ഉപമയിൽ കൂടെ യേശു പറഞ്ഞിരിക്കുന്നത്. ആരാണ് കളകൾ? നമ്മളെ പോലുള്ള വിജാതീയ പട്ടികളാണ് ഈ കളകളായിട്ട് ഇദ്ദേഹം കണ്ടിരിക്കുന്നത്. ഇവർക്ക് തോട്ടം മാത്രമേ ഉള്ളൂ. കളകൾ എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ഈ യേശുവിനെയും യഹോവയെയും ആരാധിച്ച് നടക്കാത്ത ആൾക്കാരെയാണ് പറയുന്നത് കളകൾ. ഈ കളകളെ വെട്ടി നശിപ്പിക്കും എന്നത് തന്നെയാണ്. അതായത് ഒരു അന്ത്യവിധി നാളുണ്ടാവും എന്നുമുള്ള ഭീഷണിയാണ്. അതായത് യേശുവിന് ശേഷമുള്ള ഭീഷണിയല്ല ഇത്. തുടരെ വർഷങ്ങളായി എവിടെ നിന്നാണോ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ഒരു വാക്യങ്ങൾ നമുക്ക് കിട്ടും. അതായത് ഒരു പ്രതികാര ദിനമുണ്ട്. എന്തിനാണ് യഹോവയുടെ പ്രതികാരം? അത് യഹോവയെ ആരാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് കൂടമാണെന്നാണ് പറയുന്നത്. ഇസ്രായേൽ അദ്ദേഹത്തിന്റെ കയ്യിലെ കൂടമാണ്. അത് വെച്ചിട്ടാണ് ജനതകളെ തകർക്കാൻ ഇദ്ദേഹം പ്ലാൻ ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. നോക്കൂ, മനുഷ്യരെ ഒരു ആയുധമാക്കി വെച്ച് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ മൊത്തത്തിൽ അങ്ങ് കൊലവിളിക്കുന്ന ഒരു കൊലയാളി, നരബലിക്കാരൻ,
പിന്നെ എന്താ പറയണത്, ലേവ്യ പുസ്തകം 27-ാമത്തെ അധ്യായം 28, 29 വാക്യങ്ങൾ, മനുഷ്യൻ അവിടെ ഒരു നരബലി ഐറ്റമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഇത്രയധികം ക്രൂരമായിട്ടുള്ള കാര്യം എന്താണ് ഇസ്രായേലിനെ വെച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതിലൊരു ആയുധം തന്നെയാണ് യേശു എന്ന് പറയുന്ന വ്യക്തി. അത് യേശു തള്ളിക്കളയാത്ത ഒരു വ്യക്തി കൂടെയാണ്. എല്ലാ നിയമങ്ങളും എല്ലാ പ്രവചനങ്ങളും ഒക്കെ പ്രവാചകന്മാരെയും ഒക്കെ ഇദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള വ്യക്തികളെ ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു കാലത്തും ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നെ സ്വീകരിക്കുക, എന്നിലൂടെ മാത്രമാണ് നിങ്ങൾ യഹോവയിൽ എത്തുന്നത് അല്ലെങ്കിൽ ദൈവത്തിലെത്തുന്നത്. എങ്ങനെയാണ് ദൈവത്തിന്റെ ദത്തുമക്കൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ദൈവത്തിന് ദത്തുമക്കൾ ഉണ്ടാകുന്നത്? അപ്പൊ പറയും ദത്തുമക്കൾ എന്തോ വലിയ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അത് റോമക്കാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. യഹോവ റോമക്കാരാണോ? അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് അങ്ങനെയാണ്? എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഈ യഹോവ കൊലയാളിയെ പിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കി വിടുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അടിമത്തം തന്നെ, ആ അടിമത്തത്തിൽ നിന്ന് ഒരു വിജാതീയന് രക്ഷയില്ല എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. കാരണം ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നേക്കും അടിമത്തം എന്നുള്ളതാണ് അവിടെ നിന്ന് പറയുന്നത്. താങ്ക് യു. ഷിബിച്ചായ, ലാസ്റ്റ് റിവേർട്ടൽ ആരംഭിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ ബഹുമാനപ്പെട്ട എതിർ സംവാദക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയുന്നില്ല. യഹോവയെ പുലഭ്യം പറയുന്നുണ്ട്, ഇസ്രായേൽക്കാരുടെ കുറ്റം പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അതിന് തക്കതായ ഒരു കൃത്യമായ രൂപത്തിലൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇത് റിബട്ടിൽ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അതൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പോലും ഈ 10 മിനിറ്റ് സംസാരിച്ചത് വന്നിട്ടില്ല. എന്തൊക്കെയോ കാടും പടലും തല്ലി ഈ 10 മിനിറ്റ് സമയം കളയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്, ഞാനിത് കളിയാക്കുന്നതല്ല. ഇതിന്റെ റീപ്ലേ ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കുക എന്തെങ്കിലും പറഞ്ഞു എന്ന്. ഈ വിഷയം എന്താണ്? യേശുവിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ എന്തെങ്കിലും പഴയ നിയമത്തിലുണ്ടോ? അപ്പൊ ഒരു പ്രവചനവും ഇല്ലെന്ന് തെളിയിക്കാൻ ബഹുമാനപ്പെട്ട എതിർ സംവാദകർക്ക് സാധിച്ചില്ല. പിന്നെ കുറച്ച് ബള്ള് പറഞ്ഞ് അവിടെ കൊലയാളിയാണ്, യഹോവ കൊലയാളിയാണ്. യഹോവ തന്നെയല്ല, ലോകത്തുള്ള എല്ലാ മതങ്ങളും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളും മനുഷ്യരെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കൊല്ലാതെ വന്ന ഒരേ ഒരു ദൈവ അവതാരം യേശു കർത്താവാണ്. യേശു കർത്താവ് ആരെയും കൊന്നില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്ര. പിന്നെ ക്രൈസ്തവർ കൊന്നെന്ന് വെച്ചാൽ ക്രൈസ്തവർ പല ആളുകളും കൊലയാളികളായിട്ടുണ്ട്. ഇത് നമ്മൾ ഫിലോസഫിക്കൽ ആൻഡ് തിയോളജിക്കൽ ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോ പഴയ നിയമത്തിൽ കൊലപാതകമുണ്ട്. അല്ലാഹു കൊന്നിട്ടില്ലേ? അല്ലാഹുവിന്റെ അനുയായികൾ കൊന്നിട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ കൊന്നിട്ടില്ലേ? അതായിരുന്നല്ലോ പ്രധാന പരിപാടി. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട എതിർ സംവാദകയ്ക്ക് അല്ലാഹുവിനോ അല്ലാഹുവിന്റെ പ്രവാചകനോ അവരുടെ ക്രൂരതകൾക്കോ എതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, കൊള്ള, ബലാത്സംഗങ്ങൾ, സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത് ഒക്കെ ഇവരുടെ അക്രമത്തിലല്ലേ? നിങ്ങളുടെ നാവെന്തേ പൊങ്ങാത്തത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നത്? ഒരർത്ഥവുമില്ല. അപ്പൊ ഇത് ചിലപ്പോൾ ശല്യമാകുന്നത് കൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ കൃത്യമായ രൂപത്തിൽ ഒരു ആരോപണം ഇല്ലതാനും. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായി അതിനെ നമുക്ക് കണ്ണിക്കാൻ പറ്റും. അതിന് വിശദീകരണം തരേണ്ടതാണ് വിശദീകരണം തരാൻ പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാതെ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് കടന്നങ്ങ് ബഹളം വെക്കുക. അതുകൊണ്ട് മനസ്സിലാക്കുക, അത് ഹിന്ദു മതത്തിലെ ദൈവങ്ങളായാലും ഇസ്ലാം മതത്തിലായാലും യഹൂദ മതത്തിലായാലും ഒക്കെ കൊലപാതകം തന്നെയായിരുന്നു മുഖ്യ അജണ്ട. അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൊള്ള, കൊലപാതകം, ബലാത്സംഗം. കൊള്ള, കൊലപാതകം, ബലാത്സംഗം. ഇതാണ് അല്ലാഹു പ്രൊമോട്ട് ചെയ്തത്. ഇത് തന്നെയല്ലേ എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും കാണുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം വന്നിടത്തും ഇതൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ളത്. കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും അടിച്ചമർത്തലും അടിമയാക്കലും ഒക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് കണ്ടമാനം നമ്മൾ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം സംസാരിക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങളിൽ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒന്നുമില്ല, ഒരു പാരലൽസും ഇല്ല. വളരെ മനോഹരമായി യേശുവിനെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പാരലൽസ് ഞാൻ എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞു. അവ അങ്ങനെയല്ല, അത് ഒരു ബന്ധവുമില്ല എന്ന് കണ്ണിക്കാൻ നിങ്ങൾ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. സക്കറിയ പ്രവാചകൻ പറയുന്നു, സിയോൻ പുത്രിയെ, നിന്റെ രാജാവ് ബലശാലിയായി താഴ്മയുള്ള കഴുതയുടെ പുറത്ത്
ചെറുകഴുത കുട്ടിയുടെ പുറത്ത് ഇതാ നിന്നിലേക്ക് കയറി വരുന്നു. അപ്പൊ അത് യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് സുവിശേഷകന്മാർ എഴുതുന്നത്. അപ്പൊ അതങ്ങനെയല്ല എന്ന് തെളിയിക്കൂ, അതങ്ങനെ എഴുതപ്പെട്ടില്ല എന്ന് തെളിയിക്കൂ. അല്ലെങ്കിൽ പിന്നീട് ക്രിസ്ത്യാനികൾ എഴുതി ചേർത്താൻ തെളിയിക്കൂ, അത് ക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ട അല്ല എന്ന് തെളിയിക്കൂ. അതൊക്കെയല്ലേ ഹീറോയിസം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ തെളിയിക്കണ്ടേ? അതിനൊപ്പിച്ച് അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഇങ്ങനെ ബഹളം വെച്ചിരുന്ന് പോയിട്ട് എന്താ കാര്യം? ഒരർത്ഥവും ഇല്ല അതിനകത്ത്. അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞു, ക്രൂവരഥേ സ്ഥിതി ചെയ്തിടുന്നോനെ ഗർദഭമേറി യെരൂശലേമാർന്നോൻ ദേവാ ദയ ചെയ്തിടണമേ. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതാണ് തിരുവെഴുത്ത്, ഇതാണ് അതിന്റെ റിഫ്ലക്ഷൻ. ഞങ്ങൾ ഇതിനെ ഇങ്ങനെ കാണുന്നു. അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കൂ. അങ്ങനെയെല്ലാം തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ അത് ലിസൺ ചെയ്യാം. അല്ലാതെ പഴയ നിയമത്തിൽ ക്രൂരത ഉണ്ടായിരുന്നോ, വിവേചനം ഉണ്ടായിരുന്നോ, അവരുടെ ആഗ്രഹങ്ങൾ മറ്റാളുകളെ അടിമകളാക്കണം, വേലക്കാരാക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങനെയുള്ള ചപലതകളും വ്യാമോഹങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ വീഴ്ചകളും ബലഹീനതകളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്യാഗ്രഹങ്ങളും യുദ്ധങ്ങളും യുദ്ധക്കൊതികളും രക്തച്ചൊരിച്ചിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ വിശദീകരണം ഞാൻ ആദ്യത്തെ പ്രസന്റേഷനിൽ തന്നെ തന്നു. അപ്പൊ ക്രിസ്തുവാണ് പൂർണ്ണ പുരുഷൻ, ക്രിസ്തുവാണ് അത്ഭുത പുരുഷൻ, ക്രിസ്തുവാണ് ആ ഇൻകാർണേഷൻ. ക്രിസ്തുവിലാണ് നമ്മൾ ദൈവഹിതത്തെ കാണുന്നത്, ക്രിസ്തുവിലാണ് നമ്മൾ ഇസ്രായേലിന്റെ പെർഫെക്റ്റ് റിഫ്ലക്ഷനെയും കാണുന്നത്. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ആണ്. അതിന് കൗണ്ടർ ഉണ്ടേ പറ, ഞാൻ എടുത്തു കാണിച്ച കാര്യങ്ങൾക്ക് കൗണ്ടർ ഉണ്ടേ പറ, അല്ലെങ്കിൽ മറ്റു വിയോജിപ്പുണ്ടെങ്കിൽ പറ. ഇത് പഴയ നിയമത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, യഹൂദന് ഒരുപാട് പ്രശ്നമുണ്ട്, യഹൂദൻ അക്രമം കാണിച്ചിട്ടുണ്ട്, പല അനീതികളും പലരും അനുഭവിച്ചിട്ടുണ്ട്, അവരും ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്, അവരും എത്രയോ നാളുകൾ അലഞ്ഞു തിരിഞ്ഞു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതൊരിക്കലും ഒരു തിയോളജിക്കൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്, അവിടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും എഴുതപ്പെടാതെയും പോയിട്ടുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ പോയിന്റ്? ഞാൻ മനസ്സിലായ യു ഗോട്ട് നോ പോയിന്റ്. ഇതിനകത്ത് ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു പോയിന്റ് ഞാൻ കേട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നിട്ട് പലപ്പോഴും 10 മിനിറ്റ് ഉണ്ടായിട്ട് 8 മിനിറ്റ് ആകുമ്പോൾ നിർത്തുന്നതിന്റെ കാരണം ഒന്നും പറയാനില്ല. പിന്നെ ഇത്ര ആളുകളെ വിളിച്ചിരുത്തിയിട്ട് അവരെ ബോറടിപ്പിക്കുന്ന വിധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശരിയല്ലല്ലോ. പിന്നെ ഫോർ ദ സേക്ക് ഓഫ് ടൈം അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ഡിബേറ്റ് ഞാൻ 10 മിനിറ്റ് പറഞ്ഞിരിക്കണം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ 6 മിനിറ്റും 20 സെക്കൻഡും ആയി. ഞാൻ ഈ സെഷൻ ഇവിടെ നിർത്തുക, കാരണം എനിക്കിനി ഒന്നും പറയാനില്ല. കാരണം ഒരു പോയിന്റ്, അത് മോഡറേറ്റർ ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളൊരു പോയിന്റ് പറയൂ, ഇന്ന പോയിന്റ്, അല്ലെങ്കിൽ ഞാൻ പരാമർശിക്കാത്ത പോയിന്റ് ഉണ്ട് അത് ചൂണ്ടിക്കാണിക്കൂ. ഇന്ന പോയിന്റ്, ഷീ ഗോട്ട് എ വാലിഡ് പോയിന്റ്, യു മസ്റ്റ് അഡ്രസ് ദിസ് പോയിന്റ്. അങ്ങനെ എന്ത് പോയിന്റാ ഇവിടെ പറഞ്ഞ്? ഒരു പോയിന്റും ഇല്ല. കാരണം ക്രിസ്തു യഹൂദയിലാണ് ജനിച്ചത്, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. യേശുവിന്റെ അപ്പോസ്തലന്മാരൊക്കെ ജൂതന്മാരായിരുന്നു. അവർ സംസാരിച്ചതും അവർ പ്രസംഗിച്ചതും അവർ പ്രഘോഷിച്ചതും ജൂയിഷ് കമ്മ്യൂണിറ്റിയിലാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ആർക്കും ഈ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഇല്ലായിരുന്നു. അവർ വളരെ വ്യക്തമായിട്ട് ഇതാ നോക്കും മശി, അനേകർ വിശ്വസിച്ചു, ചിലർ മറ്റു കാരണങ്ങളാൽ എതിർത്തു. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് അത് അങ്ങനെയല്ല, യേശു എന്തിനാ അങ്ങനെ പറഞ്ഞു? യേശു എന്തിനാന്ന് വെച്ചാൽ യേശു യഹൂദയിൽ നിന്ന് ഉദിച്ചു എന്നത് സ്പഷ്ടമായതുകൊണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ സംസ്കാരത്തിൽ, അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ തിരുവെഴുത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർ പ്രസംഗിച്ചു. ആ നസറേത്തിലെ പള്ളിയിൽ നിങ്ങൾ നോക്കുക, എല്ലാ കണ്ണുകളും അവന്റെ മേൽ പതിഞ്ഞു. അപ്പോൾ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. അത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്. പുസ്തകം മടക്കി. പിന്നെ ആ യേശു മടക്കിയ പുസ്തകമാണ് നിങ്ങൾ തുറന്നുകൊണ്ട് വരുന്നത്. യേശു പുസ്തകം മടക്കി. ഇതിവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. കർത്തൃത്വത്തിന്റെ ആത്മാവ് എന്റെ മേലെ. ഇനി നിങ്ങൾ എന്തിനു പുസ്തകത്തിൽ നോക്കുന്നു? ഒരുത്തനൊരു വിവാഹം ആലോചിക്കാൻ വേണ്ടി ഒരു പെണ്ണിന്റെ പടം കൊടുത്തു, ഫോട്ടോ. അവൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കല്യാണ ദിവസം വന്ന് കല്യാണം കഴിഞ്ഞു, പിന്നെയും അവൻ ഫോട്ടോയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? പെണ്ണ് മുമ്പിൽ നിൽക്കുക. പുസ്തകം മടക്കി. ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടേക്ക് നോക്കൂ. എംബോഡിമെന്റ് ഓഫ് ദ ഫുൾനെസ് ഓഫ് ഓൾ എക്സ്പെക്ടേഷൻസ്, ദ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ ഈസ് ഹിയർ. പിന്നെ എന്തിനാണ് നിങ്ങൾ അവ്യക്തമായ രേഖകൾ, രൂപരേഖകൾ നോക്കിയിരിക്കുന്നത്?
പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ എത്തിയിരിക്കുന്നു. അതാണ് യേശു പറഞ്ഞത്, ഇതാ ഇത് നിറവേറിയിരിക്കുന്നു. എന്നിട്ട് പുസ്തകം അടച്ചു. നിങ്ങൾ എല്ലാവരും വായിക്കണം ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം. യേശു പുസ്തകം അടച്ചു, ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. ഇതാ ഇത് നിറവേറിയിരിക്കുന്നു. യേശു അടച്ച പുസ്തകം തുറന്നു വെച്ചാൽ അത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ആ പുസ്തകത്തിലേക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് വ്യാപരിക്കുമെന്നാണ് പൗലോസ് പറഞ്ഞത്. പഴയ നിയമം വായിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം കിടക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അത് നീങ്ങിപ്പോവും. അത് സംഭവിച്ച നസ്രയത്തിലെ പള്ളിയില. യേശു പുസ്തകം അടച്ചു, ശുശ്രൂഷക്കാരന് തിരിച്ചു കൊടുത്തു. യേശുവിനെ നോക്കൂ, നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും, ഹൃദയത്തിലെ മൂടുപടന്മാർ. യേശു അടച്ച് തിരിച്ചു കൊടുത്ത പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ മൂടുപടം വീഴും. ഇതാണ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചേഴ്സ്. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ സോറി ഉണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മുടെ റിവട്ടൽ അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ ഇവിടെ ഉണ്ടോ? ശ്രീ ഇവിടെ ഉണ്ടോ? ആ ആക്കിക്കോ. ഇപ്പൊ രണ്ടു കൂട്ടരോട് ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഞാൻ ആദ്യം ചോദിക്കും, അതിനുശേഷം നമുക്ക് എടുക്കാം.